ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജിസ് ആന്റണി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹാപ്പിനെസ്സിനെ പറ്റിയാണ്. ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹാപ്പിനെസ് ക്യാൻ മീൻ ഡിഫറെന്റ് തിങ്സ് ടു ഡിഫറെന്റ് പീപ്പിൾ. ചിലർക്ക് അത് പ്ലഷർ ആവാം, ചിലർക്ക് കണ്ടന്റ്മെന്റ് ആവാം, വേറെ ചിലർക്ക് ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ആവാം. എന്തു തന്നെ ആയാലും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 7 മൈൻഡ് സെറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ സന്തോഷമുള്ള ഒരു മനസ്സും ഉണ്ടാവൂ. ഹെൽത്തി ബോഡി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക നമ്മൾ സിനിമകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും ഒക്കെ ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ചില പെർഫെക്റ്റ് ബോഡി ഇമേജസ് ആവും. പക്ഷെ ശരിക്കും ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ബോഡിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം. ആദ്യമായിട്ട് ക്രിയേറ്റ് എ പോസിറ്റീവ് റിലേഷൻ വിത്ത് യുവർ ബോഡി. അപ്രിഷിയേറ്റ് വാട്ട് യുവർ ബോഡി ക്യാൻ ഡു റാദർ ദാൻ ഒബ്സസിങ് ഓവർ ഹൗ ഇറ്റ് ലുക്സ്. ഫോളോ എ ബാലൻസ്ഡ് ഡയറ്റ്. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയ ബാലൻസ്ഡ് മീൽസ് കഴിക്കുക. And add probiotics, fruits, nuts and seeds to your daily diet. എപ്പോഴും വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക. ഡെയിലി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് മടി കൂടാതെ ഡെയിലി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മോഡറേറ്റ് എക്സസൈസ്, അത് വാക്കിംഗ് ആവാം, സ്ട്രെച്ചിങ് ആവാം, മൈൽഡ് യോഗ ആവാം, എന്തായാലും ഡെയിലി ചെയ്യാം. ആൻഡ് പ്രയോറിറ്റൈസ് റെസ്റ്റ് ആൻഡ് റിക്കവറി. ഡെയിലി ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡിയെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുമ്പോൾ അവർ മൈൻഡ് നാച്ചുറലി ബിക്കംസ് ലൈറ്റർ, ക്ലിയറർ ആൻഡ് മോർ ജോയ്ഫുൾ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഈ പ്രായത്തിലും ചിലപ്പോഴൊക്കെ അറിയില്ല ഹൗ ഐ ഫീൽ ഓർ വൈ ഐ ഫീൽ ദ വേ ഐ ഫീൽ. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ കൊളീഗ്സിന് തന്നെ സ്ഥിരം കിട്ടിയിരുന്ന കോംപ്ലിമെന്റ് ആണ് ഞാൻ ഭയങ്കര കാമാണ്, കൂളാണെന്നൊക്കെ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുവാണ് അത് ഞാൻ കാമായിരുന്നത് കൊണ്ടല്ല. ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് ഇമോഷൻസ് ലൈക്ക് ആംഗർ, സ്ട്രെസ് ഓർ ഫ്രസ്ട്രേഷൻ. സോ ഐ ജസ്റ്റ് പ്രിറ്റൻഡഡ് ടു ബി ഫൈൻ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ബോട്ടിൽ അപ്പ് ചെയ്ത് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗർ വരുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കും. ചുറ്റുമുള്ളവരോടൊക്കെ മോശമായിട്ട് പെരുമാറും, അല്ലെങ്കിൽ സ്വയം ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയിലേക്കോ ഒക്കെ പോകും. ഇത് എന്റെ മാത്രം ഇഷ്യൂ അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷൻ ആസ് എ ഹോൾ ഇമോഷണലി വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ദ ഗുഡ് തിങ് ഈസ് ഇപ്പം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാം. ഇമോഷൻസിനെ പറ്റിയൊക്കെ ഒരുപാട് കണ്ടന്റ് ഇപ്പൊ അവൈലബിൾ ആണ്. യൂട്യൂബിൽ പോയി സെർച്ച് ഫോർ ടേംസ് ലൈക്ക് ഇമോഷണൽ അവയർനെസ്, ഇമോഷണൽ ഹൈജീൻ, സെൽഫ് അറ്റ്യൂൺമെന്റ്. ഇതൊക്കെ പഠിച്ചെടുക്കാനും പ്രാക്ടീസിൽ കൊണ്ടുവരാനും ഒക്കെ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇറ്റ് ഈസ് വർത്ത് ദ എഫേർട്ട്. ദി കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്നുള്ള ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ ഒരു കോട്ട് ഉണ്ട്. അൺഹാപ്പിനെസ് ഇസ് സംതിങ് യു ക്രിയേറ്റ് ഫോർ യുവർ സെൽഫ്. ഇതിന്റെ ബുക്കിലെ എക്സ്പ്ലനേഷൻ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ് ആൻഡ് ഐ ഡോണ്ട് ഫുള്ളി അഗ്രി ടു ഇറ്റ്. എനിവേ ഇതിൽ നിന്നുള്ള എന്റെ ടേക്ക് അവേ ഞാൻ പറയാം. യുവർ പാസ്റ്റ് ഡസന്റ് ഹാവ് ടു ഡിഫൈൻ യു. നമ്മുടെ പാസ്റ്റിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളെ കെയർ ചെയ്യേണ്ടിയിരുന്നവര് നമ്മളെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടാവാം, നമ്മളോട് ആരെങ്കിലും ഒക്കെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, നമ്മളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവാം, ബുള്ളി ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ ഒരു വൂണ്ടായിട്ട്, ട്രോമ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. പക്ഷെ ഇതൊക്കെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പാസ്റ്റിൽ തിരിച്ചു പോയി ഇതൊന്നും അൺഡു ചെയ്യാൻ പറ്റില്ല. അറ്റ് പ്രസന്റ് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇതൊന്നും ഡീൽ ചെയ്യാതെ, ഇതിൽ നിന്നൊന്നും ഹീൽ ആവാതെ എപ്പോഴും മറ്റുള്ളവരെ പഴിച്ച് ജീവിതകാലം മുഴുവൻ ഒരു വിക്ടിമായിട്ട് കഴിയണോ, അതോ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയി ഇതിനെയൊക്കെ തരണം ചെയ്ത് പുറത്തു വരണമെന്ന്? അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ടാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ വറി ചെയ്യാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കത്തിനെ കുറിച്ച് ചിന്തിക്കാതെ 100% എഫേർട്ട് ഇട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയില്ലേ, അതേപോലെ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളത് നമ്മുടെ ബേർഡൻ അല്ല, അത് അവരുടെ ബേർഡൻ ആണ്. അപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക, അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ചെയ്യണം, അത്രമാത്രം. നമ്മൾ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അത് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. ഒരു സൊസൈറ്റിയിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ വർത്ത് എന്താണ്, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ കമ്പാരിസൺ വഴിയാണ്. പക്ഷെ നമ്മൾ ഓവർ കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ലീഡ്സ് ടു സെൽഫ് ഡൗട്ട്.
നമ്മുടെ സെൽഫ് വർത്തിനെയും ഹാപ്പിനെസിനെയും ഒക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോഷ്യൽ മീഡിയയുടെ കാര്യം എടുത്താൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, റിയൽ ലൈഫ് ഇസ് ഡിഫറെന്റ് ഫ്രം റിയൽ ലൈഫ്. പക്ഷെ കുറെ സമയം യാതൊരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ റിയൽ ലൈഫിനെ നമ്മൾ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീൽസുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ ഇവിടെ ലഞ്ച് സീൻ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഒരു 4-5 കറിയൊക്കെ കാണും. ആ ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷെ ചില ദിവസങ്ങളിൽ ഒരു കറിയേ ഉണ്ടാവുള്ളൂ. ചില ദിവസങ്ങളിൽ ഫ്രിഡ്ജിലിരിക്കുന്ന ചൂടാക്കി കഴിക്കുമായിരിക്കും. ചില ദിവസങ്ങളിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമായിരിക്കും. ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ എന്ത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഈ വീഡിയോസിന്റെ ഒന്നും ബിഹൈൻഡ് ദ സീൻസും നിങ്ങൾ കാണാറില്ല. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് നമ്മളോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ വൂണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എല്ലാവരും യുണീക്ക് ഇൻഡിവിജ്വൽസ് ആണ്. വ്യത്യസ്തമായ കഴിവുകളും കാഴ്ചപ്പാടുകളും ജീവിതങ്ങളും ഒക്കെയുള്ള തികച്ചും വ്യത്യസ്തരായ മനുഷ്യർ. നമ്മൾ ആരെക്കാളും സുപ്പീരിയറോ ഇൻഫീരിയറോ ഒന്നുമല്ല. ആൻഡ് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഒന്നും നടക്കുന്നില്ല. വി ആർ ഓൾ ഗ്രോയിങ് ടുഗദർ. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഫോൾ ഇൻ ടു എ കമ്പാരിസൺ ട്രാപ്പ്, ട്രൈ ഷിഫ്റ്റിംഗ് യുവർ പെർസ്പെക്റ്റീവ് ഫ്രം envy, jealousy and self-loathing to admiration, inspiration and self-improvement. നമ്മളിൽ ചിലരെങ്കിലും ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള വകയുണ്ടാവും. അത്യാവശ്യം കഴിവുകളും നല്ല വിദ്യാഭ്യാസവും തരക്കേടില്ലാത്ത ജോലിയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ സൗഭാഗ്യങ്ങളൊന്നും കാണാതെ, ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചുകൂടി പൈസ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ചുള്ള ആവലാതിയാണ്. ഇവർക്ക് ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. എന്ത് കിട്ടിയാലും തൃപ്തിയും ഉണ്ടാവില്ല. ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് യു ഓൾറെഡി ഹാവ്, യു കെൻ നെവർ ബി ഹാപ്പി വിത്ത് വാട്ട് യു ഗെറ്റ്. ഈ ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യാം. നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കട്ടിലേൽ തന്നെ ഇരുന്നുകൊണ്ട് 3 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. Something that made you smile today, something you are grateful for, and something you did right today. നിങ്ങൾക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, നിങ്ങൾക്ക് നന്ദി തോന്നിയ ഒരു കാര്യം, നിങ്ങൾ ശരിയായിട്ട് ചെയ്ത ഒരു കാര്യം. ഇത് 1-2 ദിവസം മാത്രം ചെയ്യാനുള്ളതല്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പല ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഒന്ന്, നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവും ഫ്രം വാട്ട് ഐ ഡോണ്ട് ഹാവ് ടു വാട്ട് ഐ ഹാവ്. പിന്നെ നമ്മൾ നമ്മിൽ തന്നെയും മറ്റുള്ളവരിലും കൂടുതൽ നന്മകൾ കണ്ടെത്താൻ തുടങ്ങും. നമ്മുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആവും, ആങ്സൈറ്റി കുറയും. പിന്നെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ഓവറോൾ ഹാപ്പിനെസ് ഇംപ്രൂവ് ആവും. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടോ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഗോളായിട്ടോ ഒക്കെയാണ്. ജീവിതത്തിൽ ഗോൾസും അംബീഷൻസും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അത് നമുക്ക് ജീവിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള ഒരു ഡ്രൈവ് തരും. പക്ഷെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ വാട്ട് വി അസ്യൂം ഇസ് only when I reach this goal I'll be happy. എന്നിട്ട് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് ഈ ലക്ഷ്യത്തിലെത്തും. എന്നിട്ടോ അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പത്തേക്കും നമ്മുടെ അടുത്ത ഗോൾ ഓപ്പൺ ആവുകയാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ 12ാം ക്ലാസ്, അത് കഴിയുമ്പോൾ എൻട്രൻസ്, പിന്നെ കോളേജിലെത്തിയാലോ കണ്ടിന്യൂസ് അസസ്മെന്റ്, ക്യാമ്പസ് പ്ലേസ്മെന്റ്, പിന്നെ ജോലി, കല്യാണം, വീട്, കാറ്, കുട്ടികള്, ഇതെല്ലാം കഴിഞ്ഞ് സന്തോഷിക്കാന്ന് പറഞ്ഞാലും നടക്കില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ഡെയിലി ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ അച്ചീവ്മെന്റ്സ് അത് എത്ര ചെറുതാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഹാപ്പിനെസ് ഇസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. ഞാനൊരു പക്ക ഇൻട്രോവേർട്ട് ആണ്. ഐ ലവ് സ്പെൻഡിങ് ടൈം അലോൺ. ഒരുപാട് സോഷ്യലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്റെ ബ്രെയിനിന് അത് താങ്ങൂല. പക്ഷെ ഈവൻ ഫോർ മീ, കുറച്ചു ദിവസം പുറത്തൊന്നും ഇറങ്ങാതെ ആൾക്കാരെ കാണാതെ വീട്ടിൽ തന്നെ ഇരുന്നാല് ഐ സ്റ്റാർട്ട് ടു ഫീൽ ലോൺലി ആൻഡ് സാഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വെദർ യു ആർ എൻ ഇൻട്രോവേർട്ട് ഓർ എൻ എക്സ്ട്രോവേർട്ട്, നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ്സ് ആണ്. വി നീഡ് ക്വാളിറ്റി സോഷ്യൽ കണക്ഷൻസ് ആൻഡ് ഇന്ററാക്ഷൻസ് ടു കീപ് us ഹാപ്പി. ക്വാളിറ്റി സോഷ്യൽ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, ഫാമിലി ബോണ്ട്സ് ആവാം, റൊമാൻറ്റിക് റിലേഷൻസ് ആവാം,
അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഉള്ള കസ്റ്റമർ കോവർക്കർ കൈൻഡ് ഓഫ് റിലേഷൻസ് ആവാം. ഈ ബോൺസ് എല്ലാം സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊക്കെ എഫേർട്ട് ഇടേണ്ടി വരും. ഫാമിലിയിലാണെങ്കിൽ എല്ലാവരും കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുമിച്ച് യാത്രകൾ പോവുക, ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ അവർ ഓർക്കുന്നതും വിലമതിക്കുന്നതും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളാവില്ല, നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം ആവും. അതുപോലെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ കോസിനായിട്ട് വോളണ്ടിയർ ചെയ്യുക, പറ്റുന്നത് പോലൊക്കെ ചാരിറ്റി ചെയ്യുക, ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഗിഫ്റ്റ്സ് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുക. ഈ ജോയ് ഓഫ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇസ് എ റിയൽ തിങ്. അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുക. ഇതൊക്കെ ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് തരുന്ന കാര്യങ്ങളാണ്, വിച്ച് ഇൻ ടേൺ ഇംപ്രൂവ്സ് അവർ ഹാപ്പിനെസ്. അപ്പൊ ഇത്രയാണ് സന്തോഷകരമായ ഒരു ജീവിതത്തിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ചില മൈൻഡ് സെറ്റ്സ്. ഈ മൈൻഡ് സെറ്റ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദ കീ ടു അവർ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ അത് നമ്മുടെ കയ്യിലാണ്. നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് മറ്റാരുടെ ആവശ്യമല്ല, മറ്റാരുടെ ഉത്തരവാദിത്വമല്ല, അത് നമ്മുടെ മാത്രം ആവശ്യവും ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.